Motivation Show Credit Japan Square, the complete mobile hub, തിരൂർ മഞ്ചേരി എറണാകുളം 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമായി ഹോമിയോ ഡോക്ടർ രാജകുമാരി ഇപ്പോൾ ടെലിമെഡിസിൻ സർവീസ് വഴി രോഗികളെ പരിശോധിക്കുന്നു. രോഗവിവരങ്ങൾ ഫോണിൽ പങ്കുവയ്ക്കാം, മരുന്ന് കൊറിയർ വഴി വീട്ടിലെത്തും. കോൺടാക്ട് 9847652441. ഇന്ന് നമുക്ക് ഡെയിലി മോട്ടിവേഷനിൽ പോസിറ്റീവ് വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ വഴി പോലെ തന്നെ ലോ ഓഫ് വൈബ്രേഷൻ എന്നൊരു സംഗതിയുണ്ട്. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ആദ്യം ശബ്ദ വൈബ്രേഷനിലൂടെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിവുള്ളതാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ശബ്ദ വൈബ്രേഷൻ ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണം പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന വിജയിച്ച സ്ഥാനാർത്ഥികളെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത്. ഇന്ന് വോട്ട് എണ്ണുന്ന ദിവസമാണ്. പക്ഷേ ഇന്നലെ വരെ, അവസാന നിമിഷം വരെ, ഇന്ന് രാവിലെ വരെ സ്ഥാനാർത്ഥികൾ കടുത്ത ആത്മവിശ്വാസത്തോടെ വാക്കുകളാൽ നിറഞ്ഞു നിന്നിരുന്നു. ഇത് തന്നെയാണ് ലോ ഓഫ് വൈബ്രേഷൻ. നമ്മളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, മറ്റ് വല്ല കലാരംഗത്തും പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ആത്മവിശ്വാസത്തോടെ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ സന്ദേശം, നമ്മുടെ ലക്ഷ്യം നേരിട്ട് എത്തിക്കുകയാണെങ്കിൽ, അത് ശബ്ദം വഴിയായിക്കോട്ടെ, മനനം വഴിയായിക്കോട്ടെ, ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തും എന്നുള്ളത് പലവരും തെളിയിച്ചതായ ചരിത്ര സംഭവങ്ങളുണ്ട്. ഇത്തരം വിജയം കൊയ്ത മഹാപ്രഗത്ഭരെ ലോകത്തുനിന്ന് തിരഞ്ഞെടുത്ത് തയ്യാറാക്കിയ ഒരു പുസ്തകമുണ്ട്, ദ സീക്രട്ട് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതേ പേരിൽ തന്നെ അത് പിന്നീട് സിനിമയായിട്ടുണ്ട്. ഇതും നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോലും. കാരണം ഇത് വസ്തുതയാണ്. നമുക്കറിയാം, മ്യൂസിക് തെറാപ്പി പോലെയുള്ള ശബ്ദ തരംഗങ്ങൾ വഴി അസുഖം ഭേദമാകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ ഫ്രീക്വൻസിയിലാണ് ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് ചെറിയ ഒരു ഉദാഹരണം തന്നെ, റേഡിയോ സ്റ്റേഷനുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് ഇത്തരം പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ഫ്രീക്വൻസികളിലാണ് ഓരോ FM ചാനലുകളും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. സൂര്യൻ FM-ൻ്റെ ഫ്രീക്വൻസി അല്ല, ക്ലബ് FM-നും അതുപോലെ തന്നെ റെഡ് FM-നും എല്ലാം വ്യത്യസ്ത ഫ്രീക്വൻസികളാണ് പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ വയർലെസ് പോലും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും തരംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കൊക്കെ വ്യത്യസ്തമായ ഫ്രീക്വൻസികളാണ്. ഈ ഫ്രീക്വൻസി നമ്മൾ പരിപാലിച്ചു പോവുക. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ശാന്തമാക്കുക, ധ്യാന പ്രക്രിയ പരിശീലിക്കുക, മ്യൂസിക് കേൾക്കുക. അപ്പം നമുക്ക് തന്നെ അറിയാം, വീട്ടിലൊക്കെ വലിയ ശബ്ദത്തിൽ മ്യൂസിക് നമ്മൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ വെക്കുമ്പോൾ കുലുങ്ങുന്നതായിട്ട് കാണാം. ജനൽ ചില്ലുകൾ, അതുപോലെ തന്നെ വാതിൽ ഒക്കെ പ്രകമ്പനം കൊള്ളുന്നത് കാണാം. ഇത് ഈ ഫ്രീക്വൻസിയാണ്. ഇതേ ഫ്രീക്വൻസി മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം ജയപരാജയങ്ങളൊക്കെ അപ്പുറത്ത് നിർത്തിയിട്ടും മനസ്സിൽ പരാജയം എന്നൊരു ഭീതി ഉണ്ടെങ്കിൽ കൂടി അത് പ്രകടമാക്കാതെ വളരെ ആത്മവിശ്വാസത്തോടെ ഇന്ന് രാവിലെ വരെ തോറ്റ സ്ഥാനാർത്ഥികൾ വരെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവസാന നിമിഷം, വോട്ടെണ്ണലിൻ്റെ അവസാന നിമിഷം വരെ അവർ ഉറച്ചു നിന്നത്. അത് ഈ ലോ ഓഫ് വൈബ്രേഷനാണ്, പോസിറ്റീവ് വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചാൽ വിജയം ഉറപ്പാണ്. ഈ വൈബ്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, അതൊരു നല്ല പോസിറ്റീവ് വൈബ്രേഷനാണ്. അതിനെപ്പറ്റി ശാസ്ത്രജ്ഞ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ വൈബ്രേഷൻ, പോസിറ്റീവ് ഫ്രീക്വൻസി ഒന്ന് കണ്ടെത്താൻ വേണ്ടി. അതിലവർ പറയുന്നത് ജങ്ക് ഫുഡ്സ് പാടെ ഒഴിവാക്കണം, നെഗറ്റീവാണ്. അതുപോലെ തന്നെ പൊറോട്ട പോലുള്ള ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം, അത് നെഗറ്റീവാണ് തരുന്നത്. എന്നാൽ ഫ്രൂട്ട്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ചിക്കൻ, ഇതെല്ലാം പോസിറ്റീവ് വൈബ്രേഷൻ നൽകുന്ന കാര്യങ്ങളാണ്. വെള്ളം, എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും കൂടുതൽ വെള്ളമാണ് ശരീരത്തിലുള്ളത്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളമാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യം. അത് കൃത്യമായി പ്രാവർത്തികമാക്കിയാൽ തന്നെ ജീവിത വിജയത്തിലേക്ക് വഴി നയിക്കും. നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. നെഗറ്റീവ് എനർജി ഉള്ള ഇടത്തിൽ ഒരു കാരണവശാലും പോകരുത്. നെഗറ്റീവ് എനർജി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമുക്കവിടെ ഒരു അസ്വസ്ഥത പ്രകടമാകുന്നു. അത് സുഹൃത്തുക്കളുടെ വീടായിരിക്കാം, ബന്ധു വീടുകളായിരിക്കാം, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇടം മാറിപ്പോകണം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ തരത്തിൽ പ്രവർത്തിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ. ഇപ്പം തന്നെ യൂത്തൊക്കെ പറയുന്നതാണ്, അവിടെ ചെന്നാൽ നല്ല വൈബാണ്. അത് കടലോരമായിരിക്കാം, അരുവിക്കരയാകാം,
മലമ്പ്രദേശമാകാം, എവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് എന്ന് യൂത്തൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇവിടെ നല്ല വൈബാണെന്ന്. ആ വൈബ് തന്നെയാണ് ഈ പറയുന്നത് ലോ ഓഫ് വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പ്രപഞ്ചത്തിൽ ഇത്ര ഫ്രീക്വൻസി ഉണ്ട്. മനുഷ്യൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 മുതൽ 70 വരെയാണ്. ആ ഫ്രീക്വൻസി നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ സുനിശ്ചിത വിജയമാണ്. അതുപോലെ തന്നെ അത് 42 താഴെയാണ് ആ വൈബ്രേഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരെ, മാരക ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാമെന്ന് ശാസ്ത്രം പറയുന്നു. അപ്പോൾ ഇത് സയൻറ്റിഫിക് ആണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻ മനസ്സിൽ സൃഷ്ടിക്കുക. മറ്റുള്ളവരോട് പകയോടെ സംസാരിക്കുക. റോഡിലൊക്കെ പോകുമ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ മറ്റു വാഹനക്കാരായിട്ട് നിസ്സാര കാര്യത്തിന് തർക്കം ഉണ്ടാക്കുന്നതാണ്. നമുക്കാണ് ആ നെഗറ്റീവ് എനർജി വരുന്നത്. ആ രംഗങ്ങളൊക്കെ പാടെ ഒഴിവാക്കുക. ആരോടും അസൂയ മനോഭാവം പുലർത്താതിരിക്കുക. മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷം കൊള്ളുക. എല്ലാ കാര്യത്തിനും രാത്രി നമ്മൾ നന്ദി രേഖപ്പെടുത്തുക. നമുക്കുണ്ടായ ചെറു നേട്ടങ്ങൾ പോലെ ആണെങ്കിലും അതിന് നന്ദി പ്രകടിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. നമ്മുടെ ലക്ഷ്യത്തിലൂന്നി സ്വപ്നം കണ്ട് പ്രവർത്തിച്ചാൽ ഈ വൈബ്രേഷൻ കൂടി നമുക്ക് പാലിക്കാൻ പറ്റിയാൽ വിജയം ഉറപ്പാണ്. നാളെ മറ്റൊരു മോട്ടിവേഷൻ കഥയുമായിട്ട് വരും വരെ നന്ദി, നമസ്കാരം.